അപ്പൊ ഗായ്സ് ഇന്ന് ഞാനാണ് വാട്ടി സിനിമ റിവ്യൂസിന്റെ പേര് എന്തൊക്കെയാണ് ഞാനാണ് പറയുമ്പോൾ വെറൈറ്റി അതിലൊന്നുമില്ല. ഇതില് ക്യാഷ് വെക്കണം, ഇതിന് തലയിലും വെക്കണം. പിന്നെ വണ്ടി എന്താ എനിക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിവ്യൂ ആദി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ വീഡിയോസ് ചെയ്തപ്പോൾ അതിലൊക്കെ പറഞ്ഞിരുന്നു റിവ്യൂസിന്റെ വാട്ടി സിനിമ ബാഗ് ചെയ്യണം കുറേ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങളിന്ന് വാട്ടി സിനിമ ബാഗാണ് ചെയ്യാൻ പോകുന്നത്. കുറേ ആയി ഞങ്ങളോട് പറയാനുണ്ടാവും. ഇപ്പോഴാണ് നമുക്ക് ഒരു സാഹചര്യം ഒത്തു വന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ആണ് ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ബാഗ് മാത്രല്ല ബേബിന്റെ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ്. ബേബിന്റെ ആവും ബേബിക്ക് വന്നല്ലേ, ഇപ്പൊ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടാവല്ലോ. നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗായ്സ് ഇന്ന് ഞാനാണ് വാട്ടി സിനിമ റിവ്യൂസിന്റെ പേര് എന്തൊക്കെയാണ് ഞാനാണ് പറയുമ്പോൾ വെറൈറ്റി ഞാൻ ബാഗ് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ മുന്നേ കുറച്ച് മുന്നേ ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. അതായത് ഒരാഴ്ച കാണാൻ നേരത്തെ, കാരണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതിന് ശേഷമുള്ളതൊക്കെ അതിലുണ്ട്, വേറെ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് ബാഗ്. ഇതാണ്. അപ്പൊ കാരണം ഇതിൽ കുത്തി നിറച്ച് വെച്ചിട്ടാണ് ബേബിന്റെ ഒക്കെ. കാരണം നമ്മളെ എങ്ങോട്ടേക്ക് പോകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ബേബിക്ക് വരുമ്പോ അങ്ങനെയല്ല. നമ്മൾ പെട്ടെന്ന് പോകുമ്പോ പെട്ടെന്ന് ബേബിക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകണേ. പെട്ടെന്ന് എടുത്ത് വേണ്ടി പോകുമ്പോൾ എടുത്ത് പോകാനാണ് ഒക്കെ റെഡിയാക്കി എപ്പോഴും വെച്ചിട്ടുണ്ടാവും. ഇത് എപ്പോഴും റെഡിയാക്കി ഇപ്പോൾ പോയിട്ടില്ലെങ്കിലൊക്കെ നിന്ന് ക്ലീനാക്കി പിന്നീട് എണ്ണാവും ഒതുക്കി വെക്കും. അപ്പൊ ഇതാണ് ബാഗ്. ഇതിന്റെ ഫേവറേറ്റ് ബാഗാണ്. പിന്നെ എന്താ പറയുക, ഇത് എടുത്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അല്ലേ. ഇതിന് മുമ്പ് വേറെ ബാഗായിരുന്നു. പക്ഷെ ഇത് എടുത്തതിന് ശേഷം ഡിസ്പ്ലേ വെച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ആദ്യം ആ ബാഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ തന്നെ പോയി ഇതാണ് ബാഗ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിന്റെ ബാക്ക് വശത്ത് സിബും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു സൈഡ് ബാഗ് ആട്ടോ. സൈഡിൽ യൂസ് ചെയ്യാം. എന്താ വൺ സൈഡ് ആയിട്ടും എങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് ജീനിന്റെ കൂടെ ആയാലും എന്താ പറയാ, ജീനും ടീഷർട്ടൊക്കെ ഇട്ട് പോവാണെന്നുണ്ടെങ്കിൽ സൈഡ് യൂസ് ചെയ്യാം. മറ്റേ വൺ സൈഡ് പ്രിന്റ് ചുരിദാർ അങ്ങനെ കുർത്തി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാട്ടെ ബാഗ്. അപ്പോൾ ബാഗിൽ എന്തൊക്കെയുള്ള കൈ മാറുകയാണ് ആദ്യം ഫസ്റ്റ് ആയിട്ട് ഏറ്റവും മുഖ്യമായിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ്. ആയിട്ടില്ല, ഇങ്ങനെ ഇട്ടതിൽ കുത്തി നിറച്ചിട്ടാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബേബിക്ക് കൊണ്ടുപോകുന്നത് കിലുക്കം അല്ല, ചെറിയൊരു കിലുക്കാണ്. ഇത് നമ്മൾ ബേബി കരയുമ്പോൾ ഓവർ കരയുമ്പോൾ എന്നെ കൊണ്ട് നിർത്താൻ പറ്റില്ല. ചെറുതായിട്ട് കരയുമ്പോൾ ഞാൻ ഇതിനെ കിലുക്കി കൊടുക്കും. കിലുകിൽ വരാണ്ട് ബേബി കളിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഇത് കിലുക്കിയാൽ നോക്കി നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതാക്കണ് ബേബിന്റെ രണ്ട് ചെറിയ ഷൂ. ഇത് ലൂസാണ്, പക്ഷെ ഞങ്ങൾ കയ്യിൽ വെക്കലുണ്ട്. കാരണം പുറത്ത് ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പൊ ബേബിനെ കാരണം അത്യാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ്, പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആവശ്യമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ആ മറ്റേ ബെഡിലാക്കിയാണ്ടല്ലേ ഉമ്മാനൊന്നും പറ്റൂല കുട്ടിക്ക്. അതായത് കരച്ചിലാണ്, കുറെ നേരം പറ്റില്ല. കാരണം കൂടുതൽ നേരം ഇപ്പൊ ആദ്യം തന്നെ കൂടുതൽ നേരം പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ എന്താ പറയുക, തീരെ പറ്റാത്ത അവസ്ഥ ആവും നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞാല് ബേബിന്റെ ഡൈപ്പറാണ്. അതായത് ഇത് ശീലന്റെ ആണ്, പക്ഷെ ഇത് ലൂസും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ആക്കാൻ എന്നാലും ഞങ്ങൾക്ക് ലൂസാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എല്ലായിടത്തും ഇത് കണ്ടുവരുന്നില്ല. ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വാങ്ങി പെട്ടുപോയതല്ലേ. മറ്റേ പേമ്പേഴ്സ് എന്താ പ്രശ്നം, നമ്മള് ഈ പദമാറ്റ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയാല് ടോയ്ലറ്റിലൊക്കെ കുട്ടി പോയാല് നമ്മള് വഴിയിൽ എറിയാൻ പറ്റില്ല. നമ്മൾ സേഫ്റ്റി ആയിട്ട് കീസ് ഇതാവുമ്പോ നമുക്ക് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ വാഷ് ചെയ്യാമൊക്കെ ചെയ്യാം. ഇതൊക്കെ നല്ല കാര്യമായിട്ടത്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മള് മറ്റേ പാമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിലിപ്പോ സേഫ്റ്റി ഇല്ല. സേഫ്റ്റി ആയിട്ട് വെച്ചത് ഇതുള്ളൂ.
അതായത് എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇതാ വെക്കാറ്. മറ്റേതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോകുമ്പോൾ ഇട്ട് കൊടുക്കും, പിന്നെ ഞങ്ങൾ ഇതാ യൂസ് ചെയ്യും. അധികം യൂസ് ചെയ്യല് മറ്റേതാണ്, സേഫ്റ്റിക്ക് വെച്ചതോളൂ. പിന്നെ അടുത്തായിട്ട് നമ്മളെ വെച്ചാല് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മളുണ്ടാക്കുന്നത് ഞങ്ങൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. ഇത് ഞങ്ങൾക്കൊരു എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട്. അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടോ? ഒരു ഞാൻ കണ്ടിട്ടില്ല. വൈറ്റ് സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് മൂന്ന് കളറല്ല, ഇതൊക്കെ ഓരോ കളറിന് ഓരോ ജോഡികൾ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പാക്കറ്റാണ് കാണിച്ചുതരാം. അപ്പോൾ പക്ഷെ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നില്ലേ, കാരണം ബേബിക്ക് പക്ക കറക്റ്റാണ് കേട്ടോ. ഞാൻ അവളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. നിങ്ങൾ വിചാരിച്ചു റീലൂസിന്റെ സാധനമാണ്. റീലൂസിന്റെ സാധനത്തിൽ അധികം ഉണ്ടാവില്ല, കാരണം ബേബി എന്നുകൊണ്ട് അധികം ബേബിൻ്റെ അല്ലെങ്കിൽ റീലൂസിന്റെ ഫുള്ള് മേക്കപ്പ് സാധനങ്ങളൊക്കെ പറ്റിയിട്ടില്ല തോന്നണേ. അല്ല, മേക്കപ്പ് സാധനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ വലിയ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. കുറച്ച് പിന്നെ ബ്യൂട്ടി, നമ്മൾ ഗേൾസ് ആയാലുണ്ടല്ലോ ബ്യൂട്ടി ആയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പിന്നെ അടുത്തത് നമ്മളെ ബേബി ടർക്കി കേട്ടോ. നമ്മള് അതായത് ബേബിനെ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയില്. അവൾക്ക് ഇഷ്ടപ്പെട്ട ടർക്കി, കാരണം നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യം ഇത് എടുക്കാനായിരിക്കും എവിടേക്ക് പോകുമ്പോഴും. കാരണം നമ്മള് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ പോയി കഴിഞ്ഞാൽ പകുതി തണുപ്പൊക്കെ പോകും. പിന്നെ ബേബിക്ക് അത്രയും സേഫ്റ്റി ഇതാട്ടോ ടർക്കി കേട്ടോ. ഞങ്ങൾ ട്രോളിയിൽ പൊതിഞ്ഞതിൽ വെക്കലാണ്. പക്ഷെ ഇപ്പൊ ട്രോളിലൊന്നും കൊള്ളില്ല, ഒരു 55 ഡേയ്സ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതായിരുന്നു. ഇത് അതേമാതിരി തന്നെ നമ്മള് ബേബിക്ക് ഇത് ചെറിയൊരു ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ കയറും. കാരണം എന്താ വെച്ചാൽ ബേബി അഥവാ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ആ ഡ്രസ്സിലൊക്കെ ആകെ അഴുക്കാവും. ഇപ്പം നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് കൂടി എക്സ്ട്രാ കയറിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടിയതാണ്, റിലേറ്റീവ് കൊണ്ടുവന്നത്. മീഡിയ കേട്ടോ, ഡ്രസ്സും അല്ല. അപ്പൊ നമുക്ക് ഏറ്റവും സുഖത്തിന് വേണ്ടി മിഡിയൊക്കെ യൂസ് ചെയ്യാം, അതായത് സുഖമാണല്ലോ ഇടാനൊക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ഒരു ചുമ്മാ വെറുതെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കരുതുക. ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ കരുതിയിട്ടുണ്ടാവും. പിന്നെ അതേമാതിരി പിന്നെ അടുത്ത് നമ്മളെ യൂസിന്റെ ചെറിയ വാലറ്റ്. ഇത് എവിടെ വാങ്ങിയ വെച്ചാൽ ഇത് ഞാൻ നോക്കി പോയപ്പോ ഞാൻ നോക്കി പോയപ്പോ ഞങ്ങൾ വാങ്ങിയതാട്ടോ. ഒരു വർഷമായി ഞങ്ങൾ വാങ്ങിയിട്ട്. പക്ഷെ നല്ല അടിപൊളി കാണാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അടിപൊളി വാലറ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. ഉമ്മാക്ക് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിൽ ക്യാഷ് വരും പോകും, ക്യാഷ് വരും. ഇതില് എന്താ പറയാ ക്യാഷ്, പിന്നെ കുറച്ച് ചില്ലറ, പിച്ചക്കാശൊന്നും അല്ല, കുറച്ച് ചില്ലറ, അതായത് ആദ്യന്റെ ഇതിൽ നിന്ന് മാട്ടുന്ന കേട്ടോ കുറച്ച് ചില്ലറ. വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന നല്ല ചില്ലറ മെല്ലെ എടുത്തിട്ട് പിന്നെ കാർഡ് ഇതാണ്, പിന്നെ ഫോട്ടോ, അങ്ങനെ ആധാർ കാർഡ്, അങ്ങനെ നമ്മളെ ചെറുതായിട്ട് വരുന്നത് ഇപ്പൊ എല്ലാ നമ്മളെ പ്രൂഫും നോർമൽ ഇതിൽ ലൈസൻസിന്റെ മാതിരി വന്നോണ്ടൊക്കെ സുഖം നമ്മുടെ വാലറ്റിനെ കൊണ്ടുവെക്കാൻ. പിന്നെ അടുത്തായിട്ട് നമ്മൾ എന്താ പറയാ, നമ്മള് യൂട്യൂബിൽ ഇട്ടാണ് അതിന്റെ റിവ്യൂ. പിന്നെ അടുത്തായിട്ട് നമ്മളെ ബേബിക്ക് ചെറിയൊരു ടവല് ഇങ്ങനെ ഒമിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ യൂസ് ചെയ്യാൻ വേണ്ടി തുടച്ച് കൊടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മള് ചെറിയ ടവല് കരുതിയിട്ടുണ്ട്. ബേബിന്റെ ആയിട്ട് ടവല് ചോദിച്ചു, ടവലാട്ടോ, സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മള് ബേബിക്ക് ഇറങ്ങാൻ സോഫ്റ്റ് ടവൽ ഉപയോഗിക്കണം. മറ്റേ നമ്മള് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ മുറിയാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ എന്താ പറയുമ്പോൾ വെച്ചാൽ പിന്നെ അടുത്ത ബേബിക്ക് നമ്മള് ഫീഡ് ചെയ്യുന്ന ചെറിയൊരു ബോട്ടിലാട്ടോ. അതായത് നമ്മൾ യാത്ര കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയാ നമുക്ക് എന്താ പറയാ ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് സേഫ്റ്റിക്കായിട്ട് നമ്മളിതില് എന്താ പറയാ സിമിലാക്ക് കളിക്കാൻ പക്ഷെ 1 മണിക്കൂറേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ കളയണം. പിന്നെ അടുത്തത് പിന്നെ നമ്മള് ബേബിക്ക് 1 മണിക്കൂർ കൂടുതലൊന്നും നമ്മൾ നിൽക്കൂല. അതിന്റെ മുന്നേ പിന്നെ കൂടുതൽ നേരം ടൈം നിൽക്കണം. ഇതുവരെ പോയിട്ടില്ല, ഇനി പോവാണെങ്കിൽ പോവുള്ളൂ. സേഫ്റ്റിക്കായിട്ട് നമ്മള് കരുതിയാട്ടോ. നമ്മള് ഓരോ കാര്യത്തിലും പക്ഷെ നമുക്ക് ഇത് കൊണ്ടുപോയിട്ടൊക്കെ യൂസ് ആയിട്ടുണ്ടല്ലേ, യൂസ് ആയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ നേരെ എടുത്താ തോന്നുന്നില്ല അങ്ങനെ എന്താ പറയാ ഗോൾഡ് എടുക്കാൻ പോയപ്പോ, പിന്നെ ഇപ്പൊ എന്താ ഹോസ്പിറ്റലിൽ പോയപ്പോ. പക്ഷെ ബേബി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഫുള്ള് വിശക്കുണ്ട് കരുതിയാണ്ട് എന്തോ ഒരു മാതിരി പൊറുത്തിയേടാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ കൊടുക്കും.
അപ്പം അത് കഴിഞ്ഞു. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ കാല് കഴിഞ്ഞു. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കണം വിറ്റാമിൻ്റെ മരുന്നാണത്. രക്തത്തിന്റെ ഗുളിക റിനൂസിന്റെ ഗുളികയാണ് രക്തത്തിന്. അപ്പോൾ റിനൂസ് എപ്പോഴും സേഫ്റ്റി ആയിട്ട് ബാഗിൽ കരുതാൻ ഞാൻ മറ്റേ ടൈമിൽ മറന്നാലൊക്കെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വീട്ടിൽ വെക്കും, കുറച്ച് എന്താ പോകുന്ന ബാഗിലും വെക്കും. കാരണം എന്താ പറയാ അത് ഏത് മറന്നാലും രക്തത്തിന്റെ മരുന്ന് മറക്കാൻ പാടില്ല. അപ്പോൾ റിനൂസിന് കുടിക്കാൻ വേണ്ടി ബാഗിൽ എപ്പോഴും സേഫ്റ്റി ആയിട്ട് കരുതാണ്. പിന്നെ അടുത്തതായിട്ട് കഴിഞ്ഞ റിനൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഒറ്റക്കാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കവർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് രണ്ട് ഇതെന്തോ ഷോപ്പ് ചെയ്തതിന്റെ ബില്ലാട്ടോ. ഫ്രണ്ട് കഴിഞ്ഞിട്ട് സിപ്പ് വരുന്നുണ്ട് കേട്ടോ. ടൈപ്പ് വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, വിട്ടുപോയി. അതല്ല ഇതിന്റെ അത് നമ്മള് വിട്ടുപോയി. നമ്മള് വിട്ടുപോയി. നമ്മൾ മേക്കപ്പ് സാധനം എടുത്തിട്ടില്ല വിചാരിച്ചിരുന്നു. നമ്മളിപ്പോഴല്ല ഇതിനോട്ടോ കാണുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മളെ മെയിൻ സാധനം ലിപ്സ്റ്റിക്. ഇത് ഷെയ്ഡൊക്കെ പോയിക്കണേ. ബ്രാൻഡ് ഒന്നല്ല, നോർമല് ലിപ്സ്റ്റിക് ആണ്. ഇതെപ്പോഴും ഇതിന്റെ കയ്യില് ബാഗ് ഇതില് കീശയിലിടുക. കീശയിലിട്ടില്ലെങ്കിൽ വണ്ടിന്റെ ഡിക്കിയിലിടും. കൊണ്ടുപോകാൻ എങ്ങോട്ടും പോകില്ല. ഞാൻ ബാഗ് എടുത്തിട്ടില്ലെങ്കിലും ഞാൻ അത് കൊണ്ടുപോകും. അതിന്റെ കീശയിലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോകും. കാരണം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഇത് പോകും. പക്ഷെ എനിക്ക് ഫേവറേറ്റ് ഡാർക്ക്, ലൈറ്റ് ഡാർക്കാണ്, നല്ല ഡാർക്കൊന്നല്ല. ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മുടെ റിവേഴ്സിന്റെ സൺക്രീമാണ്. അക്കോലോജിക്കയുടെ സൺക്രീമാണ്. ഇതല്ലേ അതുപോലെ ബ്രാൻഡ് സാധനമാണ്. വേറെ ഓർഡർ ചെയ്യണം. കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചുണ്ടാവും. ഇതെങ്ങനെ തീരാൻ കാരണം അറിയോ? ഇത് ഞാൻ മാത്രം നല്ല യൂസ് ചെയ്യണേ കണ്ടോ. സൺക്രീം അങ്ങനെ ആണുങ്ങൾക്ക് മാത്രം ഗേൾസിന് മാത്രം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണല്ലോ. അത് പെണ്ണുങ്ങൾക്കില്ല. പിന്നെ അടുത്തായിട്ട് ആക്കണത് നമ്മളത് എന്താ പറയുക, ഇത് നമ്മളെ പ്ലമ്മിന്റെ ബോഡി വാഷാണ്. അതേപോലെ കോഫിന്റെ സിംറ്റം നമ്മള് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് സാധനം കോഫി. എപ്പോഴും യൂസ് ചെയ്യില്ല, ഇടയ്ക്കൊക്കെ. എന്നാലും സേഫ്റ്റിയുടെ ബാഗിൽ യൂസ് ചെയ്തിട്ടില്ല, 2 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുറെ. പിന്നെ അടുത്തത് നമ്മള് മോയ്സ്ചറൈസേഷൻ ക്രീമാണ്. സോഫ്റ്റ് നിവ്യയുടെ മോയ്സ്ചറൈസേഷൻ ക്രീം. ഞാൻ പോൺസിന്റെ ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആദ്യം വാങ്ങി കൊണ്ടുവന്ന നിവ്യന്റെ ആണ്. ബ്രാൻഡ് ഒന്ന് മാറ്റി നോക്കാം. എപ്പോഴും നമ്മൾ പോൺസിന്റെ ആക്കിയാ ശരി. അപ്പൊ ചെറിയ ബോട്ടിൽ വാങ്ങിട്ടുണ്ടായിരുന്നു. ഒക്കെ തീർന്നു. നമുക്ക് രണ്ടാമത് അപ്ഡേറ്റ് ചെയ്ത് വാങ്ങാനുണ്ട്. ഒക്കെ തീർന്നിട്ടുണ്ട്. ഞാൻ ഷോപ്പിങ്ങിന് പോണം. അത് ബേബി ഇങ്ങനെ ചെറുതായതുകൊണ്ടാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. പിന്നെ അടുത്തായിട്ട് വേറെ ലിപ്സ്റ്റിക്കാണ് യൂസിന്റെ. അത് ഇതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിപ്സ്റ്റിക് ആണ്. മറ്റൊരു മാറ്റ് തന്നെയാണ്. രണ്ടും കുറച്ച് ചെറിയ കളറിന് ചെറിയ ഇത് ആ ഡാർക്ക്, ഇത് ലൈറ്റ്. പക്ഷെ എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടു. മറ്റേ കളറാണ് ഇഷ്ടം. അതായത് രണ്ട് സേഫ്റ്റി ആയിട്ട് കരുതി. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഗായ്സ്. കണ്ടോ, യൂസ് ചെയ്തിട്ടില്ല, വെറുതെ വാങ്ങി. പിന്നെ അടുത്തായിട്ടാണ് റിയൂസിന്റെ ചെറിയൊരു ചീഫാണ്. നമ്മള് എപ്പോഴായാലും ബാഗിൽ കൊണ്ടുവരുന്ന ചെറിയൊരു ചീഫ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ചീഫ്. പിന്നെ അടുത്ത നമ്മളെ വെറുതെ ബാഗിൽ പെട്ടെന്നില്ല. അല്ല, ഒരുപാട് വാങ്ങി തരുമ്പോ എല്ലായിടത്തുണ്ടാവും. അപ്പൊ നമ്മള് ഒരിക്കലും പോകുമ്പോ ഒന്നും നല്ല വാങ്ങാം. ഇതിലൊരു കെട്ട വാങ്ങാം. ഒന്നും കെട്ട മൊത്തമായിട്ട് വാങ്ങാം. എല്ലാരും ഒരു റിബൺ കയ്യിൽ വെക്കണം, നല്ലതാണ് ഗൈസ്.
ജോത്തൊക്കെ റിനൂസ് ഇതിലിട്ട് ആ അങ്ങനല്ല, ഇതൊരു ദിവസം ഗോൾഡ് എടുക്കാൻ പോയെന്ന് എന്താ പറയാ ആദ്യം ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേബിനെ എടുത്തപ്പോ ബേബിന്റെ മേത്ത് കുത്തും കരുതിയിട്ട് തട്ടു. ഞാൻ ഇത് എടുക്കാൻ വേണ്ടിട്ട് എനിക്കൊന്നിനും ഈ ചെയിന് ബോയ്സിന്റെ ചെയിൻ ആടാ ബേബിനെ എടുക്കാൻ പോകുമ്പോ എന്തായാലും മുറിയാവും. പിന്നെ ഇടാൻ അയക്കാറില്ല പോന്നു. ഒരു റിങ് പോലെ ഇടാൻ അയക്കില്ല. റിങ് വാച്ച് എല്ലാം ഇട്ടുകൊണ്ട് അടുത്ത പോർഷനാണ്. ഇത് നമ്മളെ ബേബിന്റെ സാധനങ്ങളല്ല കേട്ടോ, ഫുള്ളല്ല. അങ്ങനെ പ്രത്യേകിച്ച് അത് നമ്മളൊരു ചെറിയൊരു ബോഡി സ്പ്രേ ആണ്. ചെറുത് നോർമല് ആണല്ലേ, ചെറുത്. അതായത് നമുക്ക് ഇത് സിംറ്റം ഒന്ന് കിട്ടിയതാട്ടോ. എന്താ പറയാ ചെറുത് യൂസ് ചെയ്തു അതിന്റെ മിനി പാക്കോ, മിനി ഈ പെർഫ്യൂം ആണ് ഇതിന്റെ പയ്യനാണ്. പക്ഷെ ഇത് 24 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്താക്കണ് ജീൻസിന്റെ ഒരു കുഞ്ഞു ഡയറി. അതായത് ഒരു ഡയറി, ഒരു പെന്നുണ്ടാവും. അത് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ തലേന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എനിക്ക് മറവി രോഗം ഉണ്ട്. അപ്പോൾ മറവി രോഗമല്ല എന്തെങ്കിലുമൊക്കെ മറക്കില്ല, നമ്മൾ മറക്കാൻ കണ്ടിരിക്കും എല്ലാവരും കയ്യിലുണ്ടാവും. അപ്പൊ അതിന് വേണ്ടി റീൽസ് കയറ്റി വെച്ചതാട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മള് അരി അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത നമ്മള് ബേബിന്റെ ചെറിയൊരു ഡയപ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ചോപ്പ് ഒരു കുരു ചോപ്പ് രീതിയിൽ ഫംഗസ് മാതിരി യൂസ് ചെയ്യുന്നത് എല്ലാതൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ബേബിന്റേതാണ് ഹിമാലയൻ കേട്ടോ. ബേബിന്റെ പൗഡർ ആയാലും അതേമാതിരി ബേബി സോപ്പിലൊക്കെ ഹിമാലയയിലാണ്. അതേമാതിരി ഡൈപ്പർ റാഷ് ക്രീം അത് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. പിന്നെ ആമസോണ് ഫ്ലിപ്പില് എന്താ പറയാ അങ്ങനെയൊക്കെ ഇതാണ് കേട്ടോ, ലഭ്യമാണ്, എല്ലാത്തിനും കിട്ടും. അപ്പൊ ചെറിയ ബേബി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ യൂസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഫംഗസ് വരെയുള്ള ഒരു റെഡ് ഇങ്ങനെ ആയിട്ട്. അപ്പൊ തന്നെ ഞങ്ങളിത് വാങ്ങി യൂസ് ചെയ്തു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബേബിക്ക് ഇങ്ങനെ ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. ഓൾറെഡി എന്താ പറയുക അത് പൗഡർ മാത്രം, അതും പൗഡർ അങ്ങനെ യൂസ് ചെയ്തില്ല. ഞാൻ ഐബ്രോനൊക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യും. ഒരു കാരണം വെച്ചാല് ബേബീസിന് പകുതി നമ്മുടെ ബോഡിക്ക് ക്രീം യൂസ് ചെയ്തെടുക്കാൻ നല്ലത്. ഒരു 6-8 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു വയസ്സ് വരെ യൂസ് ചെയ്തെടുക്കാറില്ല. കാരണം അപ്പൊ അവരെ സ്കിന്ന് റെഡി ആയി വരുള്ളൂ. ഏത് സോഫ്റ്റ് സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ ഒക്കെ നമ്മൾ റെഡി ആയി വരുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബേബിന്റെ സ്കിന്നൊക്കെ നാശമായി പോയി. അപ്പൊ നമ്മള് ഒരു വിധം നോക്കിയാൽ അവർ തന്നെ ഇപ്പൊ സോഫ്റ്റ് അല്ലായിരിക്കും. അപ്പൊ ഡ്രൈ ആണോ സോഫ്റ്റ് ആണോ ഒന്നും തിരിച്ചറിയാൻ കഴിയൂല. നമ്മൾ ഈ ക്രീം മാത്രം യൂസ് ചെയ്യും. മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യണ്ട, അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ബേബിമാരുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യാതിരിക്കണതാണ് ക്രീമും കാര്യം. കാരണം പല ക്രീമിനും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കിപ്പോൾ ഏതാ നല്ലതെന്ന് അറിയില്ല. എല്ലാ പ്രൊഡക്റ്റും നല്ലതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് വേണമെന്നുണ്ട് വാരി ചെയ്താൽ നമ്മളെ സ്കിന്നിപ്പോൾ നോർമലി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ് തിരിച്ചറിയാൻ ബേബിൻ്റെതായിട്ടില്ല. അപ്പോൾ ഇത് മാത്രം യൂസ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറെന്താ അപ്പോൾ കാലി ബാഗായി എന്തൊക്കെ റിവ്യൂസ് ബാഗിൽ കൊണ്ടുനടക്കണം. റിവ്യൂസിന്റെ സാധനങ്ങൾ മാത്രമല്ല ഇപ്പൊ കൊണ്ടുനടക്കണം. ഇപ്പൊ ബേബിയുടെ വന്നാണ് റിനുവിന്റെ ബാഗാണ് ചെയ്യാൻ പറഞ്ഞത്. റിനുവിന്റെ ബാഗിൽ ഇത്രേ ഉള്ളൂ. കാരണം ബേബിന്റെ ആണ് അധികം സാധനങ്ങൾ. കാരണം ബേബി ജനിച്ചോട് ഇതിലൊന്നും കൊള്ളില്ല. ഒരു മുതുക്ക് വലിയ ബാഗുമാണ്. പക്ഷെ ഇതിലൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി പോകും. കാരണം ഇഷ്ടപ്പെട്ട ബാഗ് ഇതാണ്. ഇങ്ങനെ 3 അറ വരുന്നുള്ളൂ. അതെന്റെ ഫേവറേറ്റ് ബാഗാണ്.
പിന്നെന്താ പിന്നെ നമ്മൾ ബേബീൻ്റെ ഫേസ് കാണിക്കുന്നതാണ്. നമ്മൾ തച്ചുണ്ണി വീട്ടിലെത്തി കഴിഞ്ഞാൽ ബേബീൻ്റെ ഫേസ് ഞാൻ അതിനുശേഷം നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അപ്പം ഞങ്ങളെയും പറയാൻ പറ്റില്ല. അങ്ങനെ ഇതൊക്കെയാണ് ബേബീൻ്റെ ഫേസ്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അല്ലേ, ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലോയിൽ പറഞ്ഞു പോയി അപ്പോഴേക്ക് വീഡിയോ വൈൻഡപ്പ് ആയിട്ട് വരും. അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്രേ ഉള്ളൂല്ലേ. അധികം പറഞ്ഞ് നീട്ടണില്ല, ചെറിയൊരു കുട്ടി വ്ളോഗാണ്. നമ്മളെ ബേബീസിന്റെ റിവ്യൂസിന്റെ ബാഗിൽ ഈ ബേബിന്റെ ബാഗ് ഏതാന്ന് ചോദിച്ചാണ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേബിന്റെ കൂടി ഇതില്. അല്ല അല്ലെങ്കിലും ഇതിൽ തന്നെയാണ്, പക്ഷെ ബേബിൻക്കായിട്ടൊരു ബാഗില്ല, ആകെ ഓൾറെഡി ഒരു ബാഗ്. കാരണം ബേബിന് ഈ ഒക്കത്തും വെക്കണം, ബാഗിന് ഈ ഒക്കത്തും വെക്കണം, പിന്നെ ഇതിന് തലയിലും വെക്കണം. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കും ഗായ്സ്. വീഡിയോ അധികം പറഞ്ഞു കേട്ടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ.